പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങൾ നല്ലൊരു ഭാഗം ജനങ്ങളും UDF നോട്ട് ചെയ്തു, കുറെ ആളുകൾ LDF നോട്ട് ചെയ്തു. ആകെ പോൾ ചെയ്തതിന്റെ 38% വോട്ട് മാത്രമേ LDFന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 38 പോയിട്ട് ബാക്കി 62% വോട്ട് ആർക്ക് കിട്ടി? അത് കോൺഗ്രസിനും BJPക്കും മറ്റ് സ്വതന്ത്രന്മാർക്കും എല്ലാം കൂടെ കിട്ടി. എന്തായാലും 68% പേര് LDFന്റെ കൂടെ ഇല്ലല്ലോ. 62% പേരില്ല, 38% ഉള്ളൂ. ഈ കണക്ക് വെച്ചുകൊണ്ടാണ് ഒരു 80 മുതൽ 100 സീറ്റ് വരെ പിടിക്കുമെന്നുള്ള കണക്കിലേക്ക് സതീശൻ പോകുന്നത്, VD സതീശൻ പോകുന്നത്. അപ്പോഴാണ് 3-ാം ഊഴവും കൊടുക്കും, ഞങ്ങൾ വേണ്ടി വന്നാൽ പണ്ടത്തെ മുദ്രാവാക്യം പോലെ 30-ാം ഊഴവും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ 30-ാം ഊഴത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ വരുമ്പോഴാണ് പെരുന്നയിൽ നിന്ന് പെരുന്ന പോപ്പിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. 2018 സ്ത്രീകളെ കയറ്റാനുള്ള തീരുമാനം ഗവൺമെന്റ് പിൻവലിച്ചല്ലോ, അടിക്കടാ കയ്യെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൈയടിച്ചു. പിന്നെ അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയല്ലോ, അതിലും കൈയടിക്കാൻ പറഞ്ഞു, കൈയടിച്ചു. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം? കാരണം വേറൊന്നുമല്ല, മുരാരി ബാബു മനസ്സ് തുറക്കരുത്. മുരാരി ബാബു മനസ്സ് തുറന്നാൽ ചില പെരുന്ന ചേട്ടന്മാരൊക്കെ അകത്താവൂ എന്നുള്ള പേടിയുണ്ടോ? ആരാ മുരാരി ബാബു? പെരുന്നയിലെ സാധാരണ കരയോഗത്തിന്റെ പ്രസിഡന്റ്. അദ്ദേഹം ഇന്ന് അകത്ത് കിടക്കുകയാണ്, ജാമ്യം പോലും കിട്ടിയിട്ടില്ല. ആ പയ്യനെ അദ്ദേഹത്തിനെ വിളിച്ച് സ്ട്രോങ് ആയിട്ട് ഒന്ന് ചോദ്യം ചെയ്താൽ ചില പേരുകൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും പുള്ളി. അതുകൊണ്ടാണ് ഈ SITയുടെ അകത്ത് നിൽക്കുന്ന മുരാരി ബാബുവിൻ്റെ അടുത്തും ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെയുണ്ട്, ഗവൺമെന്റ് നിങ്ങളെ രക്ഷിക്കുമേ എന്നുള്ള ഒരു മെസ്സേജ് ഇങ്ങനെ കൊടുത്തു പോകുന്നത്. എന്തായാലും ഇന്നലെ പെരുന്നയിലെ പ്രതിനിധി സഭയിലാണെന്ന് തോന്നുന്നു പെരുന്ന പോപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, സുകുമാരൻ നായർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, മറ്റൊന്നുമല്ല അനൗൺസ് ചെയ്തത് ഇങ്ങനെ ഗവൺമെന്റിന്റെ നടപടികളെല്ലാം ശരിയാണ്, 100% ശരിയാണ്. അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോയത് ശരി, അവിടെ നിന്ന് കട്ടളപ്പടി എടുത്തുകൊണ്ട് പോയി പൂശിയത് ശരി, അതിൽ നിന്ന് സ്വർണം എടുത്തത് ശരി, അതുകൊണ്ട് വിദേശത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ അത് ശരി, അത് സ്വദേശത്താണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരി, അതിന് കൂട്ടുനിന്ന തന്ത്രി ശരി, കൂട്ടുനിന്ന കടകംപള്ളി സുരേന്ദ്രനെ ഇതിനറിയാമെങ്കിൽ അതും ശരി, അറിയാമെന്ന് നമുക്കറിയില്ല. അത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിറ്റ മണി ശരി, അത് വിദേശത്ത് കൊണ്ടുപോയ ശരി. തെറ്റ് അയ്യപ്പനും കുറേ വിശ്വാസികളാണ്, പാവങ്ങളുമായ കുറേ ആളുകളാണ്. തെറ്റ് ശരിയാണ്, കറക്റ്റാണ്. പാവങ്ങളായ കുറച്ച് ആളുകൾ ഇപ്പോഴും കരയോഗത്തിലൊക്കെ വിശ്വസിച്ച് ഇതിനകത്തൊക്കെ നിന്ന് പോകുന്ന കുറേ പാവങ്ങളാണ്, നിങ്ങളെ നേതാക്കളായിട്ട് അംഗീകരിച്ച് കൊണ്ടുപോകുന്ന കുറേ പാവങ്ങളാണ്. തെറ്റ്. ബാക്കി നിങ്ങൾ ശരിയാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഗോവർദ്ധൻ ശരിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റൻ ഭയങ്കര ശരിയാണ്, 100% ശരിയായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ശരികളുടെ ഇടയിൽ കുറച്ച് തെറ്റായിട്ടുള്ള കുറേ വിശ്വാസികളും അയ്യപ്പ വിശ്വാസികളും ജീവിച്ച് പോകുന്നുണ്ട്. എന്തായാലും കൊള്ളാം, രസമായിട്ടുണ്ട്. ഇന്നലെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്താ വീണ്ടും ഭരണത്തിൽ വന്നാൽ എന്താ കുഴപ്പം, ഒരു 30 പ്രാവശ്യം കൂടി ഇവിടെ വന്നാൽ എന്താ കുഴപ്പം, കേരളം കാണൂല്ലെന്നേ ഉള്ളൂ, എന്താ കേരളം വേണമെന്ന് എന്തിനാ ഇത്ര നിർബന്ധം എന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. ഈ നാടിങ്ങനെ വേണമെന്ന് എന്താ നിർബന്ധം എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, മാറാട് കലാപം ഉണ്ടായോ? ഉണ്ടായില്ല. ഇനി ഒരു കലാപം ഉണ്ടാവോ? ഉണ്ടാവൂല. ഇനി അവർ മാറിയ കലാപം ഉണ്ടാവൂലേ? ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുള്ള വേറെ രൂപത്തിലേക്ക് പോയി. അവസാനം റിപ്പോർട്ടർ ചാനലുകാരുമായിട്ട് വഴക്കുണ്ടായി, അത് വേറെ രൂപത്തിൽ പോയി. ഇന്നലെ NSSകാർ, അപ്പോൾ സമാന്തരമായിട്ടാണ് ഇന്നലെ രണ്ടും ഒരേ സമയത്ത് നടന്നിരിക്കുന്നത്. ഒന്ന് NSSന്റെ സഭയിൽ നടന്നിരിക്കുന്നു, വെള്ളാപ്പള്ളിയും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് വർക്കാണോ എന്നൊരു സംശയം ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കറങ്ങുന്നുണ്ട്. എന്തായാലും ഇതെന്തെല്ലാം പറഞ്ഞാലും NSS പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് NSSന്റെ ആളുകൾ നായർമാരും വോട്ട് ചെയ്യില്ല എന്നുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ച കാര്യമാണ്, കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ച കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ട് SNDPക്കാർ പോലും, കൂടെ നിൽക്കുന്ന ഡ്രൈവർ പോലും വോട്ട് ചെയ്യില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. വോട്ട് ചെയ്യാൻ ആളെയൊക്കെ അറിയാം, ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടതെന്നും അവർ ആർക്ക് ചെയ്യണമെന്നൊക്കെ അവർക്ക് നല്ല ധാരണയുണ്ട്. രാമക്ഷേത്രം വന്നിട്ടും ആ ഭാഗത്ത് നിൽക്കുന്ന BJP MPയെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. യോഗി ആദിത്യനാഥിന് അവിടെ വെള്ളം കുടിക്കേണ്ടി വന്നു, മോഡിക്ക് 10 സീറ്റ് കൊടുക്കാൻ കൂടുതൽ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ജനങ്ങളെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ജനങ്ങളെ നമുക്ക് അളക്കാനും പറ്റത്തില്ല. അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കാണില്ല, വിവരം കാണില്ല, അവരിൽ മതം കാണും, ജാതി കാണും, അവർ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും, വിശ്വസിക്കാത്തവരായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർ പൊട്ടന്മാരും ആയിരിക്കും. പക്ഷെ അവർ വോട്ട് ചെയ്യുമ്പോൾ അവർക്കറിയാം ഞങ്ങൾ എന്തിൽ വശംവദരായി വോട്ട് ചെയ്യണം, എന്തിന് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് സുകുമാരൻ നായർ സാറേ, നിങ്ങൾ ആവശ്യമില്ലാതെ വെള്ളം കോരരുത്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും പാർട്ടികളോട് ചേർന്ന് നിന്ന് വെള്ളം കോരുമ്പോൾ എവിടെയാണ് ഈ സമദൂര സിദ്ധാന്തം? അത് ബഹുദൂരം മാറിപ്പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു സമദൂരത്തിൽ നിന്ന് മാറി നമ്മൾ പ്രശ്നാധിഷ്ഠിത ദൂരത്തിലേക്ക് വരുന്നു, ശരി ദൂരത്തിലേക്ക്. അതെന്ത് ദൂരമെന്ന് അറിയത്തില്ല. ശരി ദൂരം എന്ന് പറഞ്ഞാൽ നമുക്കോ എനിക്കോ, എൻ്റെ ശരി ദൂരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്കോ എൻ്റെ ബന്ധുമിത്രാദികൾക്കോ എനിക്ക് വേണ്ടപ്പെട്ടവർക്കോ വല്ലതോ ഭരണകൂടത്തിൽ നിന്നോ പാർട്ടിയിൽ നിന്ന് കിട്ടുമ്പോൾ ഞാൻ ശരി ദൂരം, എനിക്കൊന്നും തരാതിരിക്കുമ്പോൾ ഞാൻ വേറെ ദൂരം. ഇപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പരാതി എന്താ? കഴിഞ്ഞ 9 വർഷം മുമ്പുള്ള ഒരു ഗവൺമെന്റ്
മലപ്പുറത്ത് അവർക്ക് NOC കൊടുത്തില്ല എന്നാണ്. അതിനുശേഷം 9 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പൊ NOC ഒക്കെ വാങ്ങിച്ചെടുത്തൂടെ? മാത്രമല്ല ഇനി UDF ഒന്നാ കൊടുക്കില്ല എന്ന് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ LDF ഒന്നാ കൊടുക്കില്ല എന്നുണ്ടോ? അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതല്ല, ഇത് വേറൊരു ഒരു വശംകെട്ട രാഷ്ട്രീയം പറഞ്ഞ് തരിക്കാക്കി ബിടക്കാക്കുന്ന പാർട്ടികൾക്ക് നേരിട്ട് പറയാൻ കഴിയാത്തൊരു രാഷ്ട്രീയം പറഞ്ഞിട്ട് അതവരെ തള്ളിപ്പറയുകയില്ല. അവർ കയറി നിന്ന് ഇതിനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അതിനകത്ത് സ്ഥിരമായി കലക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്, മീൻ പിടിച്ചു കൊടുക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി. ഇപ്പോൾ സുകുമാരൻ നായരും കഴിഞ്ഞ ഒരു 5-6 മാസക്കാലമായി ഈ വെള്ളം കോരാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ, നായർ സമുദായത്തിൽപ്പെട്ടവർ തന്നെ വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. അവർ പറഞ്ഞിട്ടാണ് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ മോശമാണ് ഈ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. 2018-ൽ 10,000-ങ്ങളാണ് തെരുവിൽ സമരം ചെയ്തത്. അതുകൂടി കൊണ്ടാണ് സുപ്രീം കോടതി വരെ പേടിച്ചു പോയി. എന്താ ഇതാഹ കുഴപ്പമാണല്ലോ കേരളത്തിൽ. ജല്ലിക്കെട്ടിന്റെ കാര്യം പറഞ്ഞവർ, എന്തേ ജല്ലിക്കെട്ടിൽ, തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിച്ചിട്ട് എന്തേ ജല്ലിക്കെട്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കോടതി ആയാലും ജനങ്ങളുടെ പൊതുവികാരമൊക്കെ കോടതി നോക്കും. അപ്പോൾ കേരളത്തിൽ കുറേ അമ്മമാർ, നിങ്ങളും ഉണ്ടായിരുന്നു, നായർ സർവീസ് സൊസൈറ്റിയുടെ ആളുകളും നായർ സ്ത്രീകളും ഒക്കെ തെരുവിലിറങ്ങി. ഒരുപാട് ആളുകൾ തെരുവിലിറങ്ങിയിട്ടാണ് ആ വിശ്വാസ സംരക്ഷണ പരിപാടി അന്ന് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആരും തെരുവിലിറങ്ങുന്നില്ല എങ്കിലും എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അയ്യപ്പനെ പറ്റിച്ചുകൊണ്ട് പോയതും അയ്യപ്പന്റെ പ്രഭാപൂരത്തിലുള്ള പ്രഭാവലയത്തിലുള്ള സ്വർണം പോലും എടുത്തു മാറ്റിക്കൊണ്ട് പോയത് വളരെ കൃത്യമായി വിശ്വാസികളുടെ മനസ്സിൽ, അത് ഹിന്ദുക്കളുടെ മാത്രമല്ല ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും സകല വിശ്വാസികളുടെ മനസ്സിൽ, വിശ്വാസമില്ലാത്തവരുടെ മനസ്സിലുമുണ്ട് ദൈവത്തിൻ്റെ സ്വത്തെടുത്തുകൊണ്ട് പോയതിൽ. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതിനെ തള്ളിപ്പറയാൻ സുകുമാരൻ നായർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എന്താണ് സുകുമാരൻ നായർജി നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ഉള്ള പങ്ക്? നിങ്ങൾക്കോ, നിങ്ങളുടെ മകൾക്കോ, നിങ്ങളുടെ സ്വത്തിനോ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ ആർക്കാണ് ഇതിൽ ഗുണം കിട്ടുന്നത്? അതോ ഈ കേസിലൊക്കെ ആരെങ്കിലും പ്രമുഖൻ ചെന്ന് പെട്ടിട്ടുണ്ടോ?